നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ചേർത്തലയിൽ വാതകം ചോർന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ദേശീയപാതയിൽ ചേർത്തല എക്സ്റേ ജംഗ്ഷന് തെക്കുവശത്ത് വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് സംഭവം. തിരുവനന്തപുരത്ത് ഹൈഡ്രജൻ ഇറക്കിയ ശേഷം പാലക്കാട്ടേക്ക് പോകുന്നതിനിടെ ചേർത്തലയിൽ പാർക്ക് ചെയ്തിരുന്ന ടാങ്കർ ലോറിയിൽ നിന്നാണ് വാതകം ചോർന്നത്. ചെറിയ ശബ്ദത്തോടെ വാൽവ് തെറിച്ചുപോയി വാതകം പുറത്തേക്ക് വരികയായിരുന്നു എന്ന് യാത്രക്കാരും നാട്ടുകാരും പറഞ്ഞു. സംഭവസ്ഥലത്തുണ്ടായിരുന്ന പള്ളിപ്പുറം സ്വദേശി ബിനു പരമേശ്വരൻ ചേരുന്നു. എക്സ്റേ ബൈപാസിന് അടുത്ത് ഏകദേശം ഒരു 100 മീറ്റർ പറ്റി വെച്ച് ഒരു ടാങ്കർ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വണ്ടി ഏകദേശം പറ്റിയെത്തിയപ്പോഴേക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ശബ്ദത്തോടു കൂടി താഴത്തുനിന്ന് എന്തോ പൊട്ടി പെട്ടെന്ന് ആ ടാങ്കറിൻ്റെ അകത്തുനിന്ന് ഒരു നല്ല വെളുത്ത പുകയിൽ അവിടെ വ്യാപിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചതവി പൊട്ടിയപ്പോൾ ഞങ്ങളൊന്ന് പേടിച്ച് പിന്നെ പുറകെ വന്ന ബൈക്ക് ഞങ്ങൾ പെട്ടെന്ന് മാറിക്കൊള്ളാൻ പറഞ്ഞു. എന്താണ് സംഭവം എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. അവിടെ ഏകദേശം ഹൈവേയിൽ അങ്ങോട്ട് പരസ്പരം കാണാത്ത രീതിയിൽ പുക തിങ്ങിക്കൂടിയായിരുന്നു. അപ്പൊ ഇനി ഗ്യാസും വണ്ടിയാണ് എന്താണ് ലീക്ക് ചെയ്യണമെന്ന് മനസ്സിലാകാണ്ട് ഓപ്പോസിറ്റ് കിടന്നു വെച്ചാൽ ഒരു ഗ്യാസും വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് പോയി. പിന്നെ ബാക്കിയുള്ള പ്രൈവറ്റ് ഗുഡ്സ് വാഹനങ്ങളുണ്ടായിരുന്നു, അവരും പെട്ടെന്ന് ചാടി അവരും എടുത്തിട്ട് പോയി. പിന്നെ പരിസരത്തുള്ള ചെറിയ കടക്കാരുണ്ടായിരുന്നു, അവരും തീയൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ഒരു അരണ്ട വെളിച്ചത്തിലാണ് അത് ഗ്യാസ് വണ്ടിയല്ലെന്ന് ഏകദേശം മനസ്സിലായത്. അപ്പൊ പിന്നെ അതിന്റെ പറ്റിലേക്ക് ഇന്ന് ഡ്രൈവർ ക്യാബിൽ ഡ്രൈവർ നോക്കിയിട്ട് ഡ്രൈവറില്ല. അദ്ദേഹം തൊട്ട് പറ്റത്തിനെ ഒരു കടയുടെ തിന്നയുടെ സൈഡിൽ കിടന്നുറങ്ങിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ഷീണം കൊണ്ട് അദ്ദേഹം കിടന്നുറങ്ങിയാണ്. ആ സമയത്താണ് ഇത് പെട്ടെന്ന് ലീക്കായത്. അപ്പൊ ഒരു ഡ്രൈവർ സത്യത്തിൽ സംഭവം അറിഞ്ഞില്ല. ശരിക്കും ഡ്രൈവർ അറിഞ്ഞിട്ടില്ല സംഭവം. കറക്റ്റ് 5 മിനിറ്റോളം കൃത്യം 5 മിനിറ്റോളം ഞാനത് ഏകദേശം വീഡിയോ വാർത്തയപ്പോൾ ആ ടൈമും അവിടെ നിന്ന് പോകുന്ന ടൈമും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴേക്ക് കൃത്യം 5 മിനിറ്റോളം അവിടെ നല്ല രീതിയിൽ അന്തരീക്ഷത്ത് ഈ നൈട്രജൻ വ്യാപിച്ചിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ഡ്രൈവറെ ഞങ്ങൾ കണ്ട് അദ്ദേഹം ഉറക്കച്ചടവിലായിരുന്നു. വിളിച്ച് എഴുന്നേൽപ്പിച്ചു. പെട്ടെന്ന് അദ്ദേഹം വന്ന് ഓഫ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴേക്ക് ഏറെക്കുറെ അത് കാര്യമായിരുന്നു. പോലീസും ഫയർഫോഴ്സും ഒക്കെ വന്നിരുന്നു സ്ഥലത്ത്. ഈ സംഭവം നടക്കുന്ന സ്ഥലത്ത് തന്നെ പോലീസ് അന്നേരം ഉണ്ടായിരുന്നു. ഒപ്പം ഞാനും വിളിച്ച് പറഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് അവരവിടെ സംഭവ സ്ഥലത്ത് എത്തുകയും ഒരു ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്യുമായിരുന്നു. വലിയ അപകടാവസ്ഥയില്ല, പക്ഷെ ശ്വാസം മുട്ടൽ പോലെയൊക്കെ ഉണ്ടായോ? അതെ. ഇപ്പൊ മറ്റേ ഗ്യാസ് അല്ലെങ്കിൽ പോലും ഒരു അപകടം ഉണ്ടായില്ലെങ്കിൽ പോലും അവിടെ പെട്ടെന്ന് തിങ്ങി നിറഞ്ഞ ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന തന്നെ പ്ലേയേഴ്സിന് ഇപ്പൊ എനിക്ക് ഉൾപ്പെടെയാണെങ്കിലും ഇവിടെ വന്നിട്ട് ഒരു 1:30-2 മണി വരെയും ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഫയർഫോഴ്സും പോലീസും എത്തി. ഉറങ്ങുകയായിരുന്ന ഡ്രൈവറെ വിളിച്ചുണർത്തി വാൽവ് അടയ്ക്കുകയായിരുന്നു. ഈ സമയത്ത് സമീപത്തുണ്ടായിരുന്ന മറ്റു വാഹനങ്ങൾ മാറ്റി. വാതകം തിരുവനന്തപുരത്ത് ഇറക്കിയ ശേഷം മടങ്ങി വരികയായിരുന്നതിനാൽ ടാങ്കറിൽ വാതകം കുറവായിരുന്നു. പലർക്കും ശ്വാസതടസ്സവും അനുഭവപ്പെട്ടിരുന്നു. വിൻമീഡിയ, ചേർത്തല.